പോലെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം തകർന്നടിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു തകർച്ചയെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. എപ്പോഴും ചില വാദങ്ങൾ പറയാറുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്, ഞാനും സംശയിച്ചിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഉണ്ടായ തകർച്ചയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള കാരണമെന്ന്. ആ ഒരു വാദത്തിനെ പറ്റിയിട്ട് ഈ പുസ്തകത്തിൽ നിന്നുള്ള വാക്കുകൾ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ, ഏഷ്യയുടെ ഭാവിയെ പ്രതിനിധാനം ചെയ്യുന്നത് അവരാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ തനിക്ക് ഇടപെടേണ്ടി വരുന്ന ദേശീയ പ്രസ്ഥാനം ഏഷ്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നതും അസാധാരണവുമാണ്. നൂറ്റാണ്ടുകാലത്തെ ആവേശഭരിതമായ പ്രക്ഷോഭവും പ്രതിഷേധവും വഴി ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ കൊണ്ട് ആറ്റ്ലിയുടെ പാർട്ടി ചെന്നെത്തിയ തീരുമാനമെടുപ്പിക്കാൻ അതിന്റെ നേതൃത്വത്തിനു കഴിഞ്ഞു. സമയം വൈകാതെ ബ്രിട്ടൻ ഇന്ത്യ വിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചരിത്രത്തിന്റെ സമ്മർദ്ദവും